നമസ്കാരം, ഞാൻ ഡോക്ടർ പാർത്ഥസാരഥി, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. നമുക്ക് സ്ട്രോക്ക് എന്ന വാക്ക് വളരെ കോമൺ ആണ്. കൈയിനും കാലിനും ഉണ്ടാകുന്ന ബലക്ഷയമായിട്ടാണ് എല്ലാവരും അത് അറിയപ്പെടുക. എന്നാൽ നമുക്ക് കണ്ണിനെ ബാധിക്കുന്ന, കാഴ്ചയെ ബാധിക്കുന്ന സ്ട്രോക്കുകളും ഉണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും ഇത് വൈകിയായിരിക്കും രോഗി തിരിച്ചറിയുക എന്നുള്ളത്. അതിനെ പറ്റി ആണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്ക് തലച്ചോറിൽ കാഴ്ച നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന വസ്തുവിനെ എന്താണെന്ന് തിരിച്ചറിയുന്ന സ്ഥലമുണ്ട്. ഓക്സിപിറ്റൽ ലോബ് എന്ന് പറയുന്ന ബാക്കിലത്തെ ഏരിയയാണ്. അങ്ങോട്ടുള്ള രക്തഓട്ടം നിന്ന് പോയാലോ അല്ലെങ്കിൽ രക്തസ്രാവം വന്നാലോ നമുക്ക് പെട്ടെന്ന് കാഴ്ച മങ്ങിപ്പോകുകയും ഒരു സൈഡിലോട്ടുള്ള കാഴ്ച നമുക്ക് കുറയുകയും ആ ഭാഗം കാണാൻ പറ്റാതിരിക്കുകയും ചെയ്യും. നമ്മൾ ഉദാഹരണത്തിന് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ വലത് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ കാണാൻ പറ്റാതിരിക്കുക, എന്നാൽ നേരെയുള്ള കാഴ്ച കിട്ടുകയും ചെയ്യാം. ഇത് ഒരു തരം സ്ട്രോക്കാണ്. അപ്പോൾ ഇത് നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ, നേരത്തെ ഹോസ്പിറ്റലിൽ എത്തുകയാണെങ്കിൽ രക്തക്കട്ട അലിയിക്കാനുള്ള ഇഞ്ചക്ഷൻസും മരുന്നും കൊടുത്ത് നമുക്ക് രോഗിയുടെ കാഴ്ച വീണ്ടെടുക്കാൻ സാധിക്കും. ഇത് പെർമനൻ്റായിട്ട് പോയി കഴിഞ്ഞാൽ പലപ്പോഴും അത് ചികിത്സ വളരെ ബുദ്ധിമുട്ടായിരിക്കും. തിരിച്ച് കിട്ടാത്ത രീതിയിലുള്ള കാഴ്ച തടസ്സം ആ രോഗിക്കുണ്ടാകാം. അതുപോലെ തന്നെ പെട്ടെന്ന് കണ്ണിലോട്ടുള്ള രക്തക്കുഴലുകൾ അടഞ്ഞു പോയി കഴിഞ്ഞാൽ കണ്ണിന് സ്ട്രോക്ക് വരുന്ന ഒരു പ്രത്യേക തരം അസുഖവുമുണ്ട്. ഇതിലും പെട്ടെന്നൊരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഒരു കണ്ണ് കാണാൻ പറ്റാതിരിക്കുക, മറ്റേ കണ്ണിന് കാഴ്ച ഉണ്ടാകുക, ഇതും അത് കണ്ണിനെ ബാധിക്കുന്ന ഒരു തരം സ്ട്രോക്കാണ്. ഇതും നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയാണെങ്കിൽ പലപ്പോഴും നമുക്കത് ചികിത്സിക്കാൻ സാധിക്കുകയും ചിലപ്പോൾ രക്തക്കട്ട അലിയിക്കാനുള്ള മരുന്നുകൾ കൊടുക്കാൻ സാധിക്കുകയും കാഴ്ച നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത് പല സമയത്തും രോഗി ഹോസ്പിറ്റലിൽ എത്തുന്നത് ആദ്യം പല രീതിയിലുള്ള ചെറിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്ത് ഫലപ്രദമാകാതെ വരുമ്പോൾ വളരെ വൈകിയായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുക. അപ്പോഴേക്കും നമുക്ക് ആ ടൈം വിൻഡോ കഴിഞ്ഞ് പോയിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ സമയമാണ്. നേരത്തെ എത്തുകയാണെങ്കിൽ നമുക്ക് അത് നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുകയും കാഴ്ചയുടെ കാര്യമാണ്, അത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് കിട്ടാത്ത രീതിയിൽ പെർമനൻറ്റ് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു അസുഖം ആയതുകൊണ്ട് വളരെ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും.